ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെയധികം നല്ല ഒരു കാര്യമാണ്. അതായത് ഇന്നത്തെ വീഡിയോ കർക്കിടകം രാശിയെക്കുറിച്ചിട്ടാണ്. കർക്കിടകം രാശിയിൽ പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെ 3 നക്ഷത്രപാദങ്ങളാണ് അതായത് ഉള്ളത്. തീർച്ചയായിട്ടും ഇവരുടേതായ ഗുണസവിശേഷതകൾ വളരെയധികം വ്യത്യസ്തമാണ്. അതായത് മാതൃത്വ ഭാവമാണ് എപ്പോഴും ഇവർക്കുള്ളത്. എന്ത് കാര്യവും ഇവർക്ക് ഒരു നല്ല കാര്യം നടന്നില്ല എങ്കിലും മനസ്സിനുള്ളിൽ അടക്കിക്കൊണ്ട് തന്നെ അവർക്ക് അതായത് വിട്ടുവീഴ്ച മനോഭാവത്തെ കാട്ടും. ശരി, നടക്കട്ടെ, നല്ലതല്ലേ നടന്നത്, എന്നെ കാരണം ഒരു നല്ല കാര്യം നടന്നില്ലേ, ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച മനോഭാവമാണ്. നിങ്ങളൊക്കെ നിങ്ങളുടേതായ അമ്മമാരെ ശ്രദ്ധിച്ചാൽ അത് ഈ കാലഘട്ടത്തിലല്ല, മുൻ കാലഘട്ടത്തിലെ, അതായത് പഴയ കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അമ്മമാരൊക്കെ തന്നെ പുലർച്ചെ 3 മണി 3:30 മണി സമയത്തൊക്കെ അവർ ഉണരും. അതുപോലെ തന്നെ അവർ ഉറങ്ങുന്ന സമയമെന്ന് പറയുമ്പോൾ മാക്സിമം പോയാൽ 12 മണിയെങ്കിലും ആവും. ഇതിനിടയ്ക്ക് അവർക്ക് മാക്സിമം എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യണം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കണം എന്ന രീതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും ആ വീട്ടിനുള്ളിൽ. പക്ഷേ അവരെക്കുറിച്ച് ആരും ഒരിക്കലും ഓർക്കാറില്ല. എൻ്റെ അമ്മ എപ്പോൾ ഉണരുന്നു, എപ്പോൾ ഉറങ്ങുന്നു എന്നും ആരും ചിന്തിക്കാറില്ല. സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ കർക്കിടകം രാശിക്കാർക്ക് ഉള്ളത്. അതായത് ഒപ്പമുള്ളവരൊക്കെ നന്നായിരിക്കണം, കഷ്ടതകളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, ദുഃഖത്തെയൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവർ എപ്പോഴും സ്വയം സഞ്ചാരം നടത്തിക്കൊണ്ട് പുറമേ നോക്കുന്ന സമയത്ത് എല്ലാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവരുടെ ഉള്ളിനെ ആരും ചോദിക്കാനോ അല്ലെങ്കിൽ അറിയാനോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കാണുമ്പോഴൊക്കെ അവർക്ക് വളരെ സന്തോഷവതിയായി അല്ലെങ്കിൽ സന്തോഷവാനായി ഇരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നതാണ് അതിനുള്ള ഒരു കാരണവും. അതായത് ചന്ദ്രൻ്റേതായ പ്രഭാവത്തെ മാത്രം മനസ്സിലാക്കിയാൽ മതി. കർക്കിടകൻ രാശി ചന്ദ്രൻ്റെ ആധിപത്യം കൊണ്ട രാശിയാണ്. അപ്പോൾ ചന്ദ്രൻ 15 ദിവസം വെളുത്ത പക്ഷവും 15 ദിവസം കറുത്ത പക്ഷവുമായിരിക്കും. അതുകൊണ്ട് ഇവരോട് ഇടപഴകുന്നവർ വളരെയധികം ശുദ്ധമായ മനസ്സോടുകൂടി അവരിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പ്രഭാവത്തെ കാട്ടിയാൽ 100% അവർ എപ്പോഴും വെളിച്ചം പ്രദാനം ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ വെറുത്തുപോയി അല്ലെങ്കിൽ അവർക്കൊരു ദ്രോഹം ചെയ്തു എന്നവർ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ചിന്തിച്ചു തുടങ്ങിയ വ്യക്തിക്ക് ഇവർ അമാവാസിയായിട്ട് മാറുകയും ചെയ്യും. കാരണം പിന്നീട് ഒരിക്കലും ഇവരുടെ മനസ്സിനുള്ളിലേക്ക് ഇടം കൊടുക്കുകയുമില്ല. ആ വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ആ ഇടപെടുന്ന ഇടങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും വെച്ച് പുലർത്താനായിട്ട് ഇവർ മുന്നിലേക്ക് വരികയുമില്ല. കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും അതിജീവിച്ച് തനിക്ക് ഉയർന്ന ഒരു നില സമ്പാദിക്കണമെന്ന ചിന്ത ഇവരിലേക്ക് അഗ്രസീവായിട്ട് തന്നെ വന്നു ചേരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരോട് പക വയ്ക്കുന്നത് ഒരല്പം ജാഗ്രതാപൂർവമായിരിക്കും. കാരണം ഇവർ പക വെച്ച് കഴിഞ്ഞാൽ പുറത്തറിയില്ല. എപ്പോൾ സ്മൈലി ആയിട്ട് തന്നെ ഇടപെടുകയും ചെയ്യും. എന്നാൽ കൃത്യമായ രീതിയിൽ അതിൻ്റേതായ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ ആയില്യം എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. ഈ പാമ്പ് 2 തവണ നമ്മളെ കൊത്തുന്നത് പോലെ, അതായത് മുന്നിൽ ചെന്ന് ചാടിയാൽ നമ്മളെ ആഞ്ഞു കൊത്തും. കാരണം വാ അടച്ചു വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം പിന്തിരിഞ്ഞ് പോ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. പക്ഷേ വീണ്ടും അതിനോട് ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ അത് കടിച്ചിട്ടേ പോകും. അതാണ് അതിൻ്റേതായ പ്രത്യേകത. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നക്ഷത്രമല്ല, രാശിക്കുള്ളിൽ നിൽക്കുന്ന വ്യക്തിഗതമായ നക്ഷത്രങ്ങളുടേതായ പ്രഭാവവും ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് സ്നേഹമാണെങ്കിൽ മാക്സിമം അങ്ങേയറ്റം 100ൽ 100 തന്നെയാണ്. പകച്ചു പോയാൽ 1000ന് 1000 ആയി മാറുകയും ചെയ്യും. കർക്കിടകം രാശിക്കാരെ പ്രേമിക്കുന്നവരോ അല്ലെങ്കിൽ കർക്കിടകം രാശി പ്രേമിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ തന്നെയും ഇവർക്ക് 100 തവണ പോയി ഈ ഐ ലവ് യു പോലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യങ്ങളല്ല. കാണുമ്പോൾ അതായത് സല്യൂട്ട് അടിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സിനിമ പോലെ ആ ഒരു മെത്തേഡൊന്നും ഇവർക്കില്ല. ഇവർ ആ വ്യക്തിയോട് വയ്ക്കുന്ന ആ ഒരു മതിപ്പും അന്തസ്സും ബഹുമാനവും ഒക്കെ വളരെയധികം വ്യത്യസ്തമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിനേക്കാളും ഏറെ ഇവരുടേതായ ലൈഫ് ഏത് രീതിയിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകണം, നമ്മൾ ഇന്നൊരു രീതിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇരിക്കില്ലേ എന്ന് ആ ഒരു ഇടപഴകുന്ന വ്യക്തിയെ ടോപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടേതായ പ്രേമബന്ധങ്ങളൊക്കെയും മുന്നിലേക്ക് പോകുന്ന സാഹചര്യം വളരെയധികം കുറവാണ്. അതായത് ഇവർ ആത്മാർത്ഥമായ ഒരു സ്നേഹം അങ്ങോട്ടേക്ക് വയ്ക്കുന്ന വേളയിൽ മറ്റുള്ളവർ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലുമായിട്ട് ഇടപെടണം എന്നുണ്ടെങ്കിൽ തന്നെയും ഇവർ ഒരല്പം ജാഗ്രതാപൂർവം ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവരുടേതായ ഒരു മനസ്സ് കൊടുക്കുക എന്നുള്ളത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആയുസ്സാണ്ട് കാലമുള്ള വിശ്വാസത്തിലേക്കും ഇരിക്കും. എന്നാൽ വെറുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആയുസ്സാണ്ട് കാലം ആ മനസ്സിനുള്ളിലേക്ക് കടക്കാനും കഴിയില്ല എന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ പ്രേമബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന വേളയിൽ ഇവർക്ക് ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക.
കർക്കിടകം രാശിക്കാരായ ആരെങ്കിലും പ്രേമിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഇവർ നല്ല ഒരു പോസിറ്റീവായ മനോഭാവത്തെ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർ ഭാഗ്യവാനോ അല്ലെങ്കിൽ ഭാഗ്യവതികളോ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇവർ ലൈഫ് പാർട്ട്ണർ ആകുന്നതിന് മുന്നേ തന്നെ ഇവരെ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് കണക്കാക്കി തുടങ്ങും എന്നുള്ളതാണ്. അത്രത്തോളം ആഴത്തിൽ അവരോട് അടുക്കുന്നവർക്ക് കൃത്യമായിട്ടും അറിയാം, അല്ലെങ്കിൽ അടുത്ത് പിരിഞ്ഞു പോയവർക്ക് അറിയാം. പിന്നീട് അവർ ദുഃഖിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. അതായത് വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് ദുഃഖിച്ച സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം വേണ്ടായിരുന്നു, അത് മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവർ ധാരാളം ഈ കർക്കിടകം രാശിയിലുള്ളവർ ഉണ്ടെന്നുള്ളതാണ് സത്യം. കർക്കിടകം രാശിയുമായിട്ട് ഇടപഴകുമ്പോൾ അവർ വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടിയായിരിക്കും ഇടപഴകുക. ഇത് കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇവർ വളരെയധികം ഹാപ്പിനെസ് ഉള്ള വ്യക്തികളാണ്, അവരുടേതായ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടേതായ ഒരു ജീവിത രീതിയിൽ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികളെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നും. ഇവർ പെരുമാറുന്ന രീതിയാണ്. കാരണം തന്നെ മറ്റൊരാൾ കുറച്ച് കാണരുത് എന്ന രീതിയിലായിരിക്കും ഇവരുടേതായ പെരുമാറ്റം എന്നുള്ളത്. പക്ഷേ ഒരിക്കൽ പോലും ഈ കർക്കിടകം രാശിക്കാരോട് ഇടപഴകുന്ന വ്യക്തികൾ ചോദിക്കാറില്ല, നിനക്ക് സുഖമാണോ? നീ നന്നായിട്ടിരിക്കുന്നോ? നിൻ്റെ പ്രശ്നം എന്താണ്? നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നൊന്നും ആരും ചോദിക്കാറും ഇല്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും സ്മൈൽഡായിട്ടുള്ള ഒരു മനോഭാവം, പുറമേ മുഖം നല്ല പ്രസൻറ്റീവായിട്ടുള്ള ഒരു മുഖമായിരിക്കും ഇവരുടേത്. അവരൊക്കെ അലങ്കാരമായിട്ട്, അതായത് ഒരല്പം നല്ല രീതിക്ക് വസ്ത്രധാരണങ്ങളോ അല്ലെങ്കിൽ അലങ്കാരമായ രീതിയിലൊക്കെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരപ്പെട്ട ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന വ്യക്തികൾ കാണുക. പക്ഷേ ഉള്ളു നിറയെ ദുഃഖം നിറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു വേളയിലും. പക്ഷേ പുറത്ത് കാട്ടില്ല. അതാണ് കർക്കിടകം എന്ന രാശി എന്ന് പറയുന്നത്. അമ്മ രാശിയല്ലേ, അമ്മയ്ക്ക് എത്രയൊക്കെ ദുഃഖമുണ്ടെങ്കിലും ആ ഒരു ദുഃഖം പുറത്ത് ഒരിക്കലും കാട്ടില്ല. ഇപ്പോൾ ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിൽ അച്ഛൻ അമ്മയെ തല്ലുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റേതായ ഇതൊന്നും മക്കളോട് ആ അമ്മ കാട്ടാറില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും സന്തോഷം, സാരമില്ല പോട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്ന ചിന്താഗതികളാണ്. അപ്പോൾ ഇതിൽ പ്രായവ്യത്യാസങ്ങളുണ്ട്. അവർ 20 ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇടപെട്ടാലും അവരുടെ ഉള്ളിലും ദുഃഖമുണ്ടാകും. അവരുടെ ആ വളർച്ചകൾ, വളർന്നു വരുന്ന രീതികൾ ഒക്കെ ദുഃഖമുണ്ടാകും. പക്ഷേ മറ്റൊരാൾ കാണുമ്പോൾ വളരെയധികം ഹാപ്പിനെസ് ആയിരിക്കും. ഇനിയെങ്കിലും കർക്കിടകം രാശിയുമായിട്ട് ആരെങ്കിലും ഇടപഴകുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. അല്ലെങ്കിൽ കർക്കിടകം രാശിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹത്തിനായിട്ട് നിങ്ങൾ ഇത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർക്കിടകം രാശിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷനെ നിങ്ങൾ വിവാഹത്തിനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവർ ഒരുപാട് ദുഃഖത്തിലും കഷ്ടതകളിലും ഒക്കെ ആയിരിക്കും. പക്ഷേ ഉള്ളു നിറയെ സ്നേഹമായിരിക്കും. ആത്മാർത്ഥമായത് അങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ 1000 ഇരട്ടി അവർ തിരിച്ച് നൽകിയിരിക്കും. അതുകൊണ്ട് കർക്കിടകം രാശി മോശം രാശിയൊന്നുമല്ല. ഉള്ളു നിറയെ സ്നേഹമുള്ളവരാണ്. കൊടുക്കുന്നതിൻ്റെ 1000 തിരിച്ചു നൽകാൻ കഴിവുള്ളവരാണ് ഈ കർക്കിടകം രാശിക്കാർ. വിവാഹം കഴിഞ്ഞ ശേഷവും ഇവർക്ക് ഒരു സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആയില്യത്തിലുള്ള ഒരു സ്ത്രീ ഇപ്പോൾ കാർത്തിക നക്ഷത്രത്തിലുള്ള ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇവരുടേതായ ഒരു ഭാവം, ഇവരുടേതായ പോസിറ്റീവ് എനർജി ഒക്കെ തന്നെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജീവിച്ച് തുടങ്ങി കുറേ കാലം കഴിയുമ്പോഴായിരിക്കും അവരുടേതായ സ്വഭാവ സവിശേഷതകളൊക്കെ കുറച്ചായിട്ട് പുറത്തേക്ക് വരികയും അത് പിന്നീട് അത് വളരെ ശത്രുതാ മനോഭാവത്തിലേക്ക് വരികയും പിന്നീട് ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ ഒതുങ്ങിക്കൂടുന്ന, അതായത് ഈ പൊട്ടിപ്പാമ്പായിട്ടൊക്കെ വച്ചിട്ട് കളിപ്പിക്കുന്ന രീതിയിൽ അവർ ഒതുങ്ങി മാറുന്ന ഒരു രീതിയിലേക്ക് ഇരിക്കുകയും ദുഃഖത്തെ ഒരുപാട് ഉള്ളിൽ അടക്കി കുടുംബത്തെ കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഈ ഒരു നക്ഷത്രത്തെ സ്വാഭാവികമായ രീതിയിൽ ഞാൻ ബേസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ അതായത് എല്ലാവർക്കും അത്തരത്തിലുള്ള ഫലം വരില്ല എന്നുള്ള കാര്യമാണ്. കാരണം ലഗ്നാധിപൻ ബലമായിരിക്കുന്ന ജാതകം ആണെങ്കിൽ 100% അവിടെ നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഈ പറഞ്ഞതിൻ്റേതായ ഓപ്പോസിറ്റ് സൈഡ് വരികയും ചെയ്യും. അതുപോലെ രാശിക്കുള്ളിൽ വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി നല്ല രീതിക്കൊക്കെ പതിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്തസ്സായ ഒരു പ്രവർത്തനമായിരിക്കും. രാശിക്കുള്ളിൽ വ്യാഴം അതീവ ബലവാനായിട്ട് വന്നാലും അന്തസ്സായ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുന്നുണ്ട്. ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വ്യാഴം കർക്കിടകം രാശിക്കുള്ളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് അതീവ രീതിയിലുള്ള ഒരു ഉയർച്ചയും മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ്. കാരണം ഒരു വർഷക്കാലം 100% ഉണ്ടാവും. 2027 ജൂൺ വരെ വ്യാഴം ആ ഒരു ഇതിലുണ്ടാകുന്ന സമയമാണ്. തീർച്ചയായിട്ടും അത് വളരെയധികം ഗുണകരമായ കാര്യമാണ്. അതീവ ബലവാനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഇടത്തിന് നല്ല ശക്തി ഉണ്ടാവും. അതാണ് അതിൻ്റെതായ പ്രശ്നം പറയാൻ. അപ്പോൾ
ബലം കൂടിയ രാശിയാണ്. ഇപ്പോൾ നല്ല പൂർണ്ണ ചന്ദ്രൻ്റേതായ പ്രഭയോടുകൂടി ഇരിക്കുന്ന ഒരു സമയമാണ് ഒരാളുടെ ജന്മം എങ്കിൽ 100% ആ വ്യക്തിക്ക് ഉയർവ് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഘടനയും ഘടകങ്ങളും ഒക്കെ നിങ്ങളുടെ സ്വന്തം ജാതകമാണ് നിയന്ത്രിക്കുന്നതും മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതിൽ വിരുദ്ധതയൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളുടെ ജന്മജാതകത്തിൻ്റെതായ ബലത്തിനനുസരിച്ച് മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് ഒരു സ്വാഭാവികമായ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഇവർക്ക് പാർട്ണർഷിപ്പ് ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്ര പഥ്യമല്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാണ് പണത്തിന് വേണ്ടി പണത്താശയാൽ ഇവർ ഒരു ഇത് ചെയ്യുന്ന ഒരു പ്രവർത്തനമില്ല. കൂട്ടുകൃഷിയായിട്ട് ചെയ്യുന്ന വേളയിൽ അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിലുള്ള എഫർട്ടും ആത്മാർത്ഥതയും ഒക്കെ കൊടുക്കും. അതിൽ ഇവർക്ക് നല്ല പേര്, പ്രശസ്തി, അംഗീകാരം ഇതൊക്കെ ഇവർക്ക് ലഭിക്കണമെന്നുണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ പാർട്ണറായിട്ട് വരുന്ന വ്യക്തി ധനപരമായ രീതിയിൽ ചിന്തിച്ച് വരുന്ന വേളയിൽ ഇവർക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ആയിരിക്കും ഇവർ ആഗ്രഹിക്കുക എന്നുള്ളത്. അതിനായിട്ട് എഫർട്ട് കൊടുക്കുകയും അവിടെ വിജയം പ്രാപ്തമാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ അതിൽ ആ ബിസിനസ്സിൻ്റേതായ രീതിയിലേക്ക് വരുന്ന വേളയിൽ നമുക്ക് ഈ പാർട്ണർഷിപ്പ് ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. അതായത് ഇവർ എപ്പോഴും ആരും കുറ്റം പറയാൻ പാടില്ല. ആ ഒരു രീതിയായിരിക്കും ഇവർക്കുണ്ടാവുക. ഓപ്പോസിറ്റ്സുകൾ അങ്ങനെ ആയിരിക്കില്ല. ബിസിനസ്സിനെ മാത്രമായിരിക്കും ലക്ഷ്യം വയ്ക്കുക. അതുകൊണ്ട് ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടമുണ്ടാവുമെങ്കിലും പേരിന് കളങ്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഇവർക്ക് അത് താല്പര്യവും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇവർ മനസ്സാക്ഷി, അതായത് മനസ്സാക്ഷിക്ക് വില കൽപ്പിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് വരുന്ന വ്യക്തിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. എന്നിൽ നിന്നും യാതൊരു പ്രശ്നങ്ങൾ വരാൻ മനസ്സാക്ഷിക്ക് ഇവർ എപ്പോഴും വില കൽപ്പിക്കുമെന്നുള്ളതാണ്. നാളെ ഒരിക്കൽ കണ്ടാൽ പോലും ഇവർ നമ്മളെ കുറ്റം പറയാൻ പാടില്ല എന്ന ചിന്താഗതി അവിടെ പ്രാപ്തമാകുന്നു എന്നുള്ളതാണ്. മറ്റ് ഓപ്പോസിറ്റിലേക്ക് നിൽക്കുന്ന വ്യക്തി നാളെ എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് പൈസയാണ് വലുത് എന്ന ചിന്താഗതിയായിരിക്കും നിൽക്കുക. ഇവർക്കത് താല്പര്യവുമില്ല. പാർട്ണർഷിപ്പായിട്ട് ബിസിനസ്സിലേക്ക് ഈ കർക്കിടകം രാശിയിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളൊക്കെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഓർക്കുക. ഇവർ ഇപ്പോൾ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല, അവർ നാളത്തെ കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. അതായത് നിങ്ങൾ ഇടപെടുന്ന വ്യക്തി കർക്കിടകം രാശി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇന്നത്തെ കാലത്തേക്കാളും നാളത്തെ കാലം, അതായത് നിങ്ങളുടേതായ ഭാവിയിൽ നല്ല രീതിയിൽ ഉയർവുണ്ടാകണം എന്ന രീതിക്കുള്ള ഒരു ഇടപെടലായിരിക്കും അവർ നടത്തുക. അതിപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും, ഏത് വലിയ സ്ഥാപനങ്ങളിൽ ഈ രാശിയിൽപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിലും പാർട്ണറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ സൂപ്പർവൈസറായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഒരു സമയത്ത് എല്ലാവരുമായിട്ട് കെയർ ചെയ്ത് നല്ല രീതിക്ക് പോകും. എന്നാൽ ആ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ അവർക്ക് താല്പര്യമില്ല. പക്ഷേ ഇവർ ആ സ്ഥാപനത്തിന് ഇവരും കൂടി മുതൽക്കൂട്ടാണ് എന്ന രീതിക്ക് നാളെയും ഇവരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ, ഉയരങ്ങളിലേക്ക് നമ്മളെ താങ്ങി നിർത്തുമ്പോഴെങ്കിൽ അത് വേണം എന്ന ചിന്താഗതിയോടുകൂടിയാണ് ആയിരിക്കും ഇവർ ഇടപെടുക. പക്ഷേ ഇവരുടെ നല്ല മനസ്സിനെ ആരും മനസ്സിലാക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ പാർട്ണറായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ടവരുണ്ടെങ്കിൽ ഓർക്കുക, താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയിട്ട് ഇവർ ഒന്നും ചെയ്യില്ല. ഭാവിയിൽ, അതായത് ആ പേര് കാലാകാലങ്ങളിൽ നിലനിൽക്കണം, ആ സ്ഥാപനം കാലാകാലങ്ങളിൽ നിലനിൽക്കണം, ആ വ്യക്തിയും കുടുംബവും എല്ലാ കാലവും സന്തോഷമായിരിക്കണം എന്ന ചിന്തയോട് കൂടി മാത്രമായിരിക്കും അവർ അവിടെ നിൽക്കുക. സ്വയം ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ആ കമ്പനിയെ പറ്റിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിക്കുക, ഇത്തരം ചിന്താഗതികൾ ഒരിക്കലും ഇവരുടെ മനസ്സിലില്ല. നിങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് നല്ല ഒരു രീതിക്ക് അവർക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കുറച്ച് കാലം ഒരു 2 വർഷം നമുക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ഒരു പേര് നിലനിന്നതുകൊണ്ട് നമുക്ക് വീണ്ടും ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം എന്തായാലും ആ ഒരു വഴിയിലൂടെ ലഭിച്ചു എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരെ ഏതെങ്കിലും ഇടത്തുനിന്ന് പറഞ്ഞൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഒരു ഫലത്തെ നിങ്ങൾക്ക് നൽകും. കാരണം കാല് വയ്ക്കുന്ന ഇടം ഒരിക്കലും നശിച്ചു പോകില്ല. ഇവരൊക്കെയും തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾ പാർട്ണറൊക്കെ തേടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടേതായ ലഗ്നത്തിൻ്റെ 10ാം ഭാവാധിപതി ആരാണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെ ആവണം നിങ്ങളും തൊഴിലിടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഈ രാശിയിൽപ്പെട്ടവർക്ക് വിജയിക്കാനൊക്കെ കഴിയുകയും ചെയ്യുക. ബിസിനസ് പലരും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലഗ്നത്തിൻ്റെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ആ രാശിക്കുള്ളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ ബലവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹങ്ങളുടേതായ ആധിപത്യം ഉള്ളവരുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ. ചന്ദ്രന് പകയായിട്ടുള്ള ഗ്രഹങ്ങളുമായിട്ട് ഉള്ള വ്യക്തികളുമായിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ദോഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും സ്വന്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി, അതായത് കഥ എഴുതുക, പാട്ട്, നൃത്തം, സംഗീതം, ഇങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സ്വയം
ഇവർക്കൊരു ക്രിയേറ്റിവിറ്റി മനസ്സ് എപ്പോഴും ഉണ്ടാകും. അത്തരം രീതികൾ ചിന്തിച്ച് മുന്നിലേക്ക് വരാനായിട്ട് സ്വയം അർപ്പണ മനോഭാവം കൊടുത്ത് പ്രാക്ടിക്കലായ രീതിയിൽ ചിന്തിച്ച് ഒരു സെപ്പറേഷനോടുകൂടി സ്വന്തമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന 100% നിങ്ങളതിൽ വിജയിക്കുകയും ചെയ്യും. അതിനായിട്ട് അർപ്പണമായ മനോഭാവത്തെ കൊടുത്ത് മുന്നിലേക്ക് വന്നാൽ ഈ കർക്കടകം രാശിയിലുള്ളവരൊക്കെ 100% വിജയിക്കും. നിങ്ങൾക്ക് ഉള്ളിൽ എന്ത് രീതിയിലുള്ള ഒരു കാര്യമുണ്ടോ അതിനെ ടോപ്പ് അപ്പ് ചെയ്താൽ 100% നിങ്ങൾ വിജയിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് കഷ്ടങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ തന്നെയും ഇവരുടെ ദുഃഖങ്ങൾ പുറത്ത് കാട്ടാതിരിക്കുക. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല രീതിക്ക് ഇവർ ഇടപെട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു തകർച്ച വന്നു പോയാൽ ഇവർക്ക് മറിയാം. അതായത് ഈ ഉടഞ്ഞുപോയ കണ്ണാടി, അതായത് പൊട്ടിപ്പോയ കണ്ണാടിയൊക്കെ ആണെങ്കിൽ വീണ്ടും നമുക്കത് ജോയിൻ ചെയ്യാനായിട്ട് കഴിയില്ല എന്ന ഉത്തമ ബോധ്യം ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉൾമനസ്സിനുള്ളിൽ ഇവരുടെ ദുഃഖങ്ങളെ അടക്കി വെച്ചുകൊണ്ട് ചിരിച്ച മുഖത്തോടുകൂടി വീണ്ടും ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അപ്പോൾ കുടുംബത്തിനുള്ളിൽ ധാരാളം ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആദ്യ കാലഘട്ടങ്ങൾ ഒരല്പം സന്തോഷകരമായിരുന്നാലും പിന്നീടുള്ള കാലഘട്ടങ്ങൾ ഇവർക്ക് ഞാൻ പറഞ്ഞ ഈ ഉടഞ്ഞ കണ്ണാടിയുടേതായ ഒരു മോഡായിരിക്കും ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കുക. ആ ഒരു പക്ഷേ പ്രസൻറ്റീവ് മോഡിൽ കാണുമ്പോൾ വളരെയധികം ഹാപ്പിനെസ് ആയിരിക്കുകയും ചെയ്യുമെന്നുള്ളതും സത്യമായ കാര്യമാണ്. ഇവരിൽ പലർക്കും തന്നെ കുടുംബപരമായ അന്തരീക്ഷം, അതായത് ഈ വിവാഹം നടക്കാനൊക്കെ ഒരുപാട് കാലം താമസം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. 27 വയസ്സിന് ശേഷമൊക്കെ ചില പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ധാരാളമുണ്ട്. പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് 36 വയസ്സ് വരെയൊക്കെ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതിലും മേലെ വരുന്നവരും ഉണ്ടാവും. ജാതകപരമായ ആ ഒരു ദോഷങ്ങൾ ഉള്ളതുകൊണ്ട് അത് അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് കൊണ്ട് ഒക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിനിടയ്ക്ക് ചില വ്യക്തികൾക്ക് പറ്റുന്ന കാര്യം വെച്ചാൽ ഈ തേർഡ് പാർട്ടീസുമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. ഇവർ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് അടുത്ത് തോളിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് മനഃപൂർവ്വം വന്ന് കയറുന്നത് പോലെ വന്ന് കയറി ഇവരെ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നവരും ധാരാളമുണ്ട്. തൊഴിലിടങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വന്ന് കയറുകയും അത് പിന്നീട് സ്വയം തൊഴിൽ വലിച്ച് എറിഞ്ഞ് കളഞ്ഞിട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ധാരാളം തന്നെയാണ്. കുടുംബപരമായ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കലുഷിതമായ രീതിയിൽ തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ള ഇവരിൽ മറ്റു ചില ആൾക്കാർക്ക് തന്നെ വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടേതായ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള താമസവും ചിലർക്ക് ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ രാശിയുടേതായ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഒരു ഹാപ്പിനെസ് പെട്ടെന്ന് ഇവർക്ക് നൽകില്ല. അഥവാ പെട്ടെന്ന് കൊടുത്താൽ അതുപോലെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. നിരന്തരമായ രീതിയിൽ ഇവർക്ക് ഒരു സ്ഥായിയായ ഒരു ജീവിതത്തെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല. അത് എത്ര കോടീശ്വരനായിട്ടിരുന്നാലും ശരി, സ്ഥായിയായ ഒരു ഒരു ബേസ്, അതായത് അടിസ്ഥാനപരമായി ഒരു ഉയർന്ന നില എന്നവർക്ക് പറയാനായിട്ട് കഴിയില്ല. ഉണ്ട്, കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള തോന്നലുകൾ വരികയും ആ വ്യക്തിയുടേതായ ഒരു പ്രഭാവം പൊടുന്നനെ ഡൗൺ ആയി പോവുകയും ചെയ്യുന്ന സാഹചര്യം. ഉടനെ പെട്ടെന്ന് തന്നെ അയാൾ അതിൽ നിന്ന് കരകയറാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. പക്ഷേ എപ്പോഴും ഒരു ബേസിക്കായ നിലയിൽ കവിഞ്ഞിവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. 1 കോടി രൂപ ഇപ്പോൾ സമ്പാദ്യം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ശരി, അയാൾക്ക് അതിൽ നിന്ന് കൂടുതലായിട്ട് കരകയറാനുണ്ട്. പക്ഷേ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം. കാണുമ്പോൾ വളരെയധികം കോടീശ്വരനാണ് അല്ലെങ്കിൽ പണക്കാരനാണ് എന്നൊക്കെ തോന്നലുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുമെന്നാണ്. ഈ തോന്നലുകൾ ഇവരിലേക്ക് ഒരു മറ്റുള്ളവർക്കൊരു ഇറിറ്റേഷനും ഒക്കെ വന്നെത്തും. കാരണം അവരുടെ കഷ്ടതകൾ അവർക്കല്ലേ അറിയും. ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് അവർ ആരോടും പറയാനും പോകാറില്ല. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയാനും പോകാറില്ല. ചിലരുടെയെങ്കിലും ജാതകത്തിൽ ഗജകേസരി യോഗമൊക്കെയുള്ള ജാതകങ്ങൾ ധാരാളമുണ്ട്. അതാണ് ചന്ദ്രൻ്റെ കേന്ദ്രസ്ഥാനത്തിൽ ശുഭഗ്രഹങ്ങളിരുന്ന് ദൃഷ്ടി പതിപ്പിക്കുന്ന സാഹചര്യങ്ങൾ 100% ഇവർക്ക് അത്തരത്തിലുള്ള യോഗങ്ങൾ, അതായത് എത്രത്തോളം നഷ്ടങ്ങൾ വന്നാലും നേട്ടങ്ങളാക്കി മാറ്റാനുള്ള ഒരു കഴിവും ആ ഒരു സമയത്ത് അവർക്കുണ്ടാകും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യസ്തതകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ ജാതക പരിശോധനകൾ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക. ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന സമയങ്ങൾ അവർക്ക് ഹൈ ഒരു എൻഡും ഉണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ നല്ല കാലം വരുമ്പോൾ ദൈവം നമ്മളെ വിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതായത് ദൈവം നമ്മളിൽ നിൽക്കില്ല, നമ്മളെ വിട്ട് അകന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം. അതായത് നീ പ്രയത്നിക്കുക, ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന ഒരു രീതിക്ക് ദൈവം അകന്നു നിൽക്കും. നമ്മളും വല്ലപ്പോഴും കൂടി വർഷത്തിലൊരിക്കലായിരിക്കും ഈശ്വരനെയൊക്കെ കാണാനൊക്കെ ഒരു മനസ്സ് കാട്ടുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും കാറിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഹായ് പറയുന്നത് പോലെ കൈയെടുത്ത് കാട്ടിയിട്ട് പോവുക, ഈശ്വരനെ കാണാതെ വണങ്ങിയതായിട്ട്. പിന്നീട് കഷ്ടകാലം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമ്മളിലേക്ക് അടുക്കുകയാണ്. നമ്മളെ തേടി നമ്മളിലേക്ക് അടുത്ത് വരുംതോറും കഷ്ടതകൾ കൂടി വരും. 12 രാശികൾക്കും ഉള്ള കാര്യമാണ്. ഏതൊരു വ്യക്തിക്ക് കഷ്ടകാലം
കൂടി നിൽക്കുന്നുവോ, ഏതൊരു വഴിക്ക് പ്രവർത്തിച്ചിട്ടും വിജയം പ്രാപ്തമാക്കാൻ കഴിയുന്നില്ലോ, ഈശ്വരൻ നമ്മളെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ കുടുംബപരമായ രീതിയിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായ രീതിയിലും നമ്മൾ ജാതകത്തെ പരിശോധനകൾ നടത്തുകയും വ്യക്തമായ രീതിയിൽ ദൈവത്തിൻ്റെതായ ആ ഒരു പൊസിഷൻ, കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഈശ്വരന്മാർ എവിടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെതായ രീതി കുടുംബ പ്രാർത്ഥനകളൊക്കെ കൃത്യമായി നടത്തുന്നുണ്ടോ, ആ ദൈവത്തിന് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന ചിന്താഗതി പ്രാപ്തമാക്കുന്ന വേളയിലാണ് നമുക്ക് കഷ്ടതകൾ വരുന്നത്. ധനപരമായ രീതിയിൽ ധാരാളം ഉണ്ടാക്കി തരും, വ്യക്തിപരമായ രീതിയിൽ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ കലഹങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കി തരും. ഇതൊക്കെ ഈശ്വരൻ നമ്മളെ അടുക്കുന്നു എന്നാണ്. അതായത് കുടുംബ ദേവതകൾ, വിട്ടുപോയ ദേവതകൾ ഒക്കെ, പൂർവികരായിട്ടുള്ള ദേവതകൾ ഒക്കെ നമ്മളിൽ അടുക്കുന്നു എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ ഒന്ന് ഓർക്കുക, ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങുന്ന വേളയിൽ 2 തവണ ഇറങ്ങിയിട്ടും 3 തവണ ഇറങ്ങിയിട്ടും നിങ്ങൾക്കത് പ്രാപ്തമാകുന്നില്ല, നടക്കുന്നില്ല എങ്കിൽ 100% ഉറപ്പിച്ചുകൊള്ളുക, ഈശ്വരൻ, നിങ്ങളുടെ കുടുംബ ദേവതകൾ ഒക്കെ നിങ്ങളെ അടുക്കുന്നു. ഞാനിവിടെ ഉണ്ട്, എന്നെ കാണാത്തിടത്തോളം കാലം നിങ്ങൾക്ക് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല, നിങ്ങളെവിടെ പ്രാർത്ഥനകൾ നടത്തിയാലും അത് ഫലിക്കില്ല എന്നൊരു ചിന്താഗതി പ്രാപ്തമാക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ ജാതകത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുവാനും, നിങ്ങളുടെ ജാതക പരിശോധന എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാ ജാതകങ്ങളും പരിശോധിക്കണം. ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതിലേത് ജാതകത്തിലാണ് ഈ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ടും അത് അറിയാനായിട്ട് കഴിയും. കൃത്യമായിട്ടും അങ്ങനെ കണ്ടെത്തി ആ ഒരു ഇടത്തേക്ക് പരിഹാരം ചെയ്യുമ്പോൾ 100% പരിഹാരം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ജന്മജാതകം പരിശോധിച്ചിട്ട് നിങ്ങളുടെ ജാതകത്തിൽ അതിൻ്റെതായ ഒരു ഫലം കാണുന്നില്ല, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്നെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതേ മക്കളുടെ ജാതകത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയങ്ങളുണ്ടോ എന്നൊന്ന് നോക്കണം. കൃത്യമായിട്ടും ആ ഒരു പോയിന്റ് വ്യൂയിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ അവിടെ പരിഹാരം ആ ഒരു ദൈവത്തിന് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അത് ഫലവത്തായി. അത് ഏതൊരു മതത്തിലുള്ള വ്യക്തികളാണെങ്കിൽ ശരി, അതാത് മതങ്ങളിൽ പരിഹാരങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റേതായ രീതിയിലൊക്കെ ചെയ്യുക. 100% നിങ്ങൾക്ക് ഗുണകരമായ ഒരു നല്ല നല്ല ജീവിതം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. കൃത്യമായിട്ടും ആ ഒരു രീതി എനേബിൾ ചെയ്യണം. കർക്കിടകം രാശി വളരെയധികം നല്ല രാശിയാണ്. അമ്മ രാശിയാണ്, സ്നേഹത്തിൻ്റെ രാശിയാണ്. അതായത് അടിക്കുന്ന കൈ മാത്രമാണ് നമുക്ക് ആശ്രയം നൽകുന്നത്. അമ്മ നമ്മളെ തല്ലുകയും ചെയ്യും, നമുക്ക് ചോറ് വാരി തരികയും അവരെടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യും. അതാണ്. അച്ഛൻ തല്ലി തൂക്കിയെടുത്ത് എവിടെയെങ്കിലും ഇടും, എവിടെ കിടക്കുമെന്ന് പറയുന്ന ഒരു രീതിയായിരിക്കും. പക്ഷേ കർക്കിടകം രാശി അമ്മ രാശി ആയതുകൊണ്ട് തന്നെ എല്ലാ കാലവും ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കി അവർ എല്ലാവർക്കും നന്മകൾ മാത്രം ചിന്തിക്കുന്നവരാണ്. എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും ശുഭം.